വായി നോക്കി സ്ത്രീ വിരോധി, കോഴി, പൂവാലൻ അങ്ങനെ പുരുഷന്മാർക്കില്ലാത്ത കുപ്രസിദ്ധ പേരുകൾ വേറെയില്ല. എന്താ സ്ത്രീകൾ വായി നോക്കാറില്ലേ? എന്താ സ്ത്രീകൾ ചതിക്കാറില്ലേ? എന്താ സ്ത്രീകൾ കൊലപാതകം ചെയ്യാറില്ലേ? സ്ത്രീകൾ ലിംഗസമത്വത്തെപ്പറ്റി സംസാരിക്കുന്ന ഈ നാട്ടിലും പുരുഷന്മാർ സ്ത്രീയുടെ അടിമയായി ജീവിക്കാറില്ലേ? പുരുഷന്മാർക്ക് ഇവിടെ ചോദിക്കാൻ ഒരു നിയമവുമില്ല. സ്വന്തം കാമുകനെ കഷായത്തിൽ വിഷം കൊടുത്ത് കൊലപ്പെടുത്തിയ കഷായം ഗ്രീഷ്മ ജാമ്യം കിട്ടി ഇന്നും നാട്ടിൽ വിലസുന്നുണ്ട്. ഒരു എന്റർടൈൻമെന്റിന് വേണ്ടി പ്രണയം അഭിനയിക്കുന്ന സ്ത്രീകളുമുണ്ട്. സ്ത്രീകൾ കുറ്റം ചെയ്താൽ പത്രത്തിൽ പടം വരില്ല. പക്ഷേ പുരുഷന്മാർക്കെതിരെ തെറ്റായ ആരോപണമാണെങ്കിൽ പോലും കളർ ഫോട്ടോ, പേര്, അഡ്രസ് എല്ലാം തന്നെ മാധ്യമങ്ങൾ പുറത്തുവിടും. വഞ്ചനയും പീഡനവും ഹണി ട്രാപ്പും തേപ്പും ഒക്കെ കേവലം വൺ സൈഡ് പ്രോസസ് അല്ല, അതൊരു ടൂ വേ പ്രോസസ് തന്നെയാണ്. പെണ്ണ് തീരാബാധ്യതയും ദുരിതവുമായി ജീവിതം അവസാനിപ്പിക്കുന്ന ആണുങ്ങൾ ഇവിടെയുമുണ്ട്. പെണ്ണ് വിരിച്ച വലയിൽ കുരുങ്ങി കൊല്ലപ്പെടുന്നവരുണ്ട്. സ്ത്രീ സുരക്ഷ എന്ന പഴുതിലൂടെ രക്ഷപ്പെടാൻ സാധിക്കുന്ന സ്ത്രീ ക്രിമിനലിസത്തിന്റെ ഇരകളായി ജീവിതം വഴിമുട്ടിപ്പോയ എത്രയോ ആണുങ്ങളുണ്ട്. വിവാഹം കഴിക്കുന്നത് തന്നെ വിവാഹമോചനത്തിനും അതുവഴി നല്ലൊരു തുക നഷ്ടപരിഹാരം കിട്ടാനും വേണ്ടി മാത്രം ജീവിക്കുന്ന സ്ത്രീകളുമുണ്ട്. പ്രണയക്കണി ഒരുക്കി പലതും നേടിയ ശേഷം വലിച്ചെറിയുമ്പോൾ അപമാനിതനായി മനസ്സ് തകർന്ന് ആത്മഹത്യയിൽ അഭയം തേടുന്ന നിരവധി ആൺകുട്ടികളുമുണ്ട്. പക്ഷേ നമ്മൾ ജഡ്ജ് ചെയ്യുന്നത് ആൺ വേട്ടക്കാരനും പെണ്ണിരയും എന്ന ചിന്താഗതിയിലാണ്. സ്ത്രീകൾ അമ്മയാണ്, ഭാര്യയാണ്, പെങ്ങളാണ് എന്ന് ഘോരഘോരം പ്രസംഗിക്കുന്ന നമ്മൾ മറന്നുപോകുന്നതും പുരുഷൻ പിതാവാണ്, സഹോദരനാണ്, ഭർത്താവാണ് എന്ന വാസ്തവത്തെയാണ്. സ്ത്രീകൾ ചെയ്യുന്ന അനീതികളെ അവർക്ക് പ്രത്യേകമായി കിട്ടിയ നിയമപഴുതുകൾ രക്ഷിക്കുമ്പോൾ പുരുഷന്മാർക്കും ലഭിക്കാതെ പോകുന്ന നീതിയുണ്ട്. നമ്മുടെ നാട്ടിൽ സ്ത്രീകളെ സംരക്ഷിക്കാൻ നിയമങ്ങളുണ്ട്, ആളുകളുണ്ട്, സമൂഹമുണ്ട്. പക്ഷെ പുരുഷന്മാരെ സംരക്ഷിക്കാൻ എന്തുണ്ട്? സ്ത്രീകൾക്ക് കിട്ടാത്ത എന്ത് കാര്യമാണ് പുരുഷന്മാർക്ക് പ്രത്യേകമായി ലഭിക്കുന്നത്? എല്ലാ ജോലി സ്ഥലങ്ങളിലും സ്ത്രീകൾക്കും അപേക്ഷിക്കാൻ സാധിക്കില്ലേ? മുലക്കരവും പുരുഷ മേധാവിത്വവും നമ്മുടെ നാട്ടിൽ ഇപ്പോഴുമുണ്ടോ? അച്ഛന്റെ ഇഷ്ടങ്ങൾക്ക് തലയാട്ടി കൊടുക്കുന്ന പെൺകുട്ടികളെ പോലെ അമ്മയുടെ ആജ്ഞയ്ക്ക് വഴങ്ങി കൊടുക്കേണ്ടി വന്ന ആൺകുട്ടികളും ഇവിടെ ഇല്ലേ? സ്ത്രീകൾക്ക് കിട്ടുന്ന നിയമ സംരക്ഷണവും ഇക്വാലിറ്റിയും പുരുഷന്മാർക്കും ലഭിക്കണം. എല്ലാവരും തുല്യാവകാശികളാണ്. ഇത് പുരുഷന്മാർക്ക് വേണ്ടിയുള്ള ന്യായീകരണമല്ല. എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ഒരു സ്ത്രീ കള്ളക്കേസ് കൊടുത്താൽ സ്ത്രീകളെ എല്ലാവരും വിശ്വസിക്കും. പുരുഷനെ നമ്മൾ കുറ്റപ്പെടുത്തുകയും ചെയ്യും. ന്യായം ആരുടെ ഭാഗത്താണോ എന്ന് പോലും ആരും നോക്കാറില്ല. ഒരു പുരുഷൻ എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്തു എന്ന പേരിൽ ആരോപിതനായാൽ അയാളുടെ കളർ ഫോട്ടോയും പേരും വിലാസവും എല്ലാം മാപ്രകൾ പ്രചരിപ്പിക്കും. പക്ഷെ ഇതേ സമയം ഒരു സ്ത്രീയുടെ നേരെ ആരോപണം ഉണ്ടായാൽ പേര് മാത്രമോ അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്ന് മാത്രമോ പറയപ്പെടും. ഒരു പുരുഷൻ കൂലിപ്പണി ചെയ്താൽ അയാളെ ഫെയിൽഡ് മാൻ എന്നും, സ്ത്രീ അതുപോലെ തന്നെയുള്ള ജോലി ചെയ്താൽ ഹാർഡ് വർക്കിംഗ് വുമൺ എന്നും പറഞ്ഞ് പുകഴ്ത്തും. നിരപരാധികൾ പീഡിപ്പിക്കപ്പെടുന്ന ഇടങ്ങളാണ് കോടതികൾ. അതിനാൽ നീതി ലഭിക്കാനുള്ള ഏക മാർഗം എതിരാളികളെ ദ്രോഹിക്കുക എന്നതാണ്. അതുവഴി ആ പീഡനം വിലപേശൽ മേശയിലെത്തി കേസുകൾ അവസാനിപ്പിക്കാൻ അവരെ നിർബന്ധിതരാക്കും. പല പുരുഷന്മാരും നാണക്കേട് കാരണം ഇതുപോലുള്ള കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയാൻ മടിക്കുന്നു. അതിന് കാരണം നമ്മുടെ സമൂഹം തന്നെയാണ്. പുരുഷൻ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഭാരത സമൂഹം ചിരിക്കുകയും സ്ത്രീ പീഡിപ്പിക്കപ്പെട്ടാൽ വാർത്തയാവുകയും പ്രമുഖർ ഉൾപ്പെടെ പ്രതികരിക്കുകയും ചെയ്യും. ഇന്ത്യൻ ഫെമിനിസ്റ്റുകളും സമൂഹവും കരുതുന്നത് പുരുഷന്മാർ മാത്രമാണ് ബലാത്സംഗം പോലുള്ള ഹീനമായ കുറ്റകൃത്യം ചെയ്യുന്നതെന്നും സ്ത്രീകൾ പുരുഷനെ ബലാത്സംഗം ചെയ്യാറില്ല എന്നുമാണ്. ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയിൽ പുരുഷന്മാരെയും സ്ത്രീകളെയും വ്യത്യസ്തമായി പരിഗണിക്കുമ്പോൾ ഈ വ്യത്യാസങ്ങൾ പ്രധാനമായും സ്ത്രീകൾക്ക് അനുകൂലമാണെന്ന് പല കേസുകളിലെ വിധികൾ സൂചിപ്പിക്കുന്നു. കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ കുറവാണെന്നത് ശരിയാണ്. എന്നാൽ ഔദ്യോഗിക സ്ഥിതി വിവരക്കണക്കുകൾ വ്യത്യാസത്തെ പെരുപ്പിച്ചു കാണിക്കുന്നു. സ്ത്രീകളും പുരുഷന്മാരെക്കാൾ വ്യത്യസ്ത തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന പ്രവണത കാണിക്കുന്നു. സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ കുട്ടികളെ വഴിയിൽ ഉപേക്ഷിക്കുന്ന കാമുകന്റെ ഒപ്പം പോകാൻ സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്തിയ സ്ത്രീകളുമുണ്ട്. ഞാൻ സ്ത്രീകളെ അടച്ചാക്ഷേപിച്ചതോ കുറ്റപ്പെടുത്തിയതോ അല്ല, പക്ഷെ പറയാതെ വയ്യ എന്ന അവസ്ഥയായി. സ്ത്രീകൾക്ക് വേണ്ടി ഞാൻ ഒരു തവണ വീഡിയോ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ പുരുഷന്മാർക്ക് വേണ്ടി വീഡിയോ ചെയ്യാനും ഞാൻ ബാധ്യസ്ഥനാണ്. സ്ത്രീകൾക്ക് നേരെയുള്ള ആക്രമണം തടയാൻ വേണ്ടിയാണ് നിയമമെങ്കിലും അതിനെ ചൂഷണം ചെയ്യുന്ന സ്ത്രീകളുമുണ്ട്. സ്ത്രീകളും മാറണം, പുരുഷന്മാരും മാറണം.